PCO ഉള്ള ആളുകൾക്ക് they can never be a mother. പിന്നെ അൾട്രാസൗണ്ടിൽ നമ്മൾ കാണുന്ന റിപ്പോർട്ട് മാത്രം വെച്ചിട്ട് ഒരിക്കലും നമ്മളൊരു PCO ഡയഗ്നോസ് ചെയ്യാൻ പാടില്ല. Obviously ഇതൊരു റീസൺ ആണ് to tell that I have PCOD. അതൊന്നും നോക്കാതെ തന്നെ അവർ പറയും താരം PCOD ഉണ്ടെന്ന്. വെൽക്കം ടു സൂസമ്മ ടോക്സ്. നമ്മുടെ സൂസമ്മ ടോക്സിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ വീഡിയോസിൻ്റെ, അതിപ്പം എക്സസൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വർക്കൗട്ട് ആയിക്കോട്ടെ, അതിൻ്റെ താഴെ ഏറ്റവും കൂടുതൽ എനിക്ക് മിത്സ് ആണോ മിസ്കോൺസെപ്ഷൻസ് ആണോ എന്നൊക്കെ ഉള്ളത് നമുക്കിപ്പം ക്ലിയർ ചെയ്യാം. പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് PCODസിനെ പറ്റിയാണ്. അപ്പം അതിനെക്കുറിച്ച് കുറേ മിത്സ് ഉണ്ട്, കുറേ മിസ്കോൺസെപ്ഷൻസ് ഉണ്ട്. അതൊക്കെ തിരുത്താൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. നമ്മൾ സ്പെഷ്യൽ അപ്പോയിൻമെൻറ്റ് മാമിൻ്റെ എടുത്തിരിക്കുകയാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോളോ അഡലക്സ് ഹോസ്പിറ്റലാണ്. സോ മാമിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ലെറ്റ്സ് ഹിയർ വാട്ട് ഷീ ഹാസ് ടു സേ. I'm Dr. Elizabeth Jacob, Head of Department and Senior Consultant in the Department of Obstetrics and Gynecology, Apollo Adlex Hospital, Angamali, Kochi. സോ മാം, ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ സിമ്പിൾ ടേംസിൽ നമുക്ക് PCOD എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം ദ ഫുൾ ഫോം തൊട്ടുള്ളത് എന്താണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പോളിസിസ്റ്റിക് ഓവേരിയൻ ഡിസോർഡർ എന്നാണ് PCOD എന്ന് പറയുന്നത്. ബട്ട് വാട്ട് വി കോമൺലി ടേം ഇസ് ദി പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം, PCOS എന്നാണ്. ഇതൊരു സിൻഡ്രോം ഓഫ് മൾട്ടിപ്പിൾ തിങ്സ് ആണ്. നോർമലി നമുക്ക് 3 ലക്ഷണങ്ങളിൽ 2 എണ്ണമെങ്കിലും ഉള്ളപ്പോഴാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം ഉണ്ടെന്ന് നമ്മൾ പറയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സിംറ്റംസ് ആണ്. സിംറ്റം ഉണ്ടെങ്കിൽ നമ്മൾ പറയും. അതിൽ ഒന്ന് ഇറഗുലർ സൈക്കിൾസ്, ക്രമരഹിതമായി വരുന്ന പീരിയഡ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സസീവ് ഹെയർ ഗ്രോത്ത് ഉള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, അതിൽ നമുക്ക് കൈകളിൽ, ഫേസിൽ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഏരിയാസിൽ എക്സസീവ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ആവാം, അല്ലെങ്കിൽ മെയിൽ പാറ്റേണിലുള്ള ഹെയർ ലോസ് ആകാം, അലോപേഷ്യ, നമുക്ക് ഹെയർ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരാം, അങ്ങനത്തെ. അല്ലെങ്കിൽ നമുക്ക് മെഡിക്കലി നമുക്ക് കാണാവുന്ന രീതിയിൽ മെയിൽ ഹോർമോൺസിന്റെ അളവ് കൂടുതലുള്ള എല്ലാ ലക്ഷണങ്ങളെയാണ് നമ്മൾ ഹൈപ്പർ ആൻഡ്രോജനിസം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലക്ഷണമാണ് അൾട്രാസൗണ്ട് മുഖേന നമ്മൾ പോളിസിസ്റ്റിക് ഓവേരിയൻ അപ്പിയറൻസ് കാണുന്നത്. ബട്ട് എനി ഓഫ് ദീസിൽ 2 ഉണ്ടായാൽ മതി. അപ്പൊ നമുക്ക് സ്കാൻ ഇല്ലാതെയും ഈ 2 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും PCOD ആണ്. പീരിയഡ്സിന്റെ ക്രമരഹിതമായി വരികയും അതിൻ്റെ കൂടെ എക്സസീവ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത്, അമിതമായ ഹെയർ ഗ്രോത്ത് ഉള്ള പേഷ്യൻസും PCO ആണ്. പിന്നെ അൾട്രാസൗണ്ടിൽ നമ്മൾ കാണുന്ന റിപ്പോർട്ട് മാത്രം വെച്ചിട്ട് ഒരിക്കലും നമ്മളൊരു PCO ഡയഗ്നോസ് ചെയ്യാൻ പാടില്ല. മോസ്റ്റ് ഓഫൻ നമ്മുടെ അടുത്ത് OP-യിൽ വരുന്നത് ഇൻസിഡൻ്റലി ഒരു സ്കാൻ ചെയ്തു, സ്കാനിൽ ഒരു PCO അപ്പിയറൻസ് ഉണ്ട്. എസ്പെഷ്യലി അഡോളസെൻ്റ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിൽ ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഓൺലി ആഫ്റ്റർ 8 ഇയേഴ്സ് ആഫ്റ്റർ മെനാർക്കി, മാസമുറ ആരംഭിച്ചതിന് 8 വർഷം കഴിഞ്ഞേ നമ്മൾ ഒരു അൾട്രാസൗണ്ട് മുഖേന ഒരു ഡയഗ്നോസിസ് പറയാൻ പാടുള്ളൂ. ബിക്കോസ് അതുവരെയുള്ള ഏജിൽ, അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്ന ടൈമാണ് അല്ലേ. നമുക്ക് ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസ് അൾട്ടിമേറ്റ്ലി ഓവറിൽ നിന്നുള്ള ഹോർമോൺസിൽ ആക്ട് ചെയ്തിട്ടുള്ള ഒരു പാത്വേ പക്വതയായി വരണം. ആ പക്വതയായി വരുന്ന ആ ടൈമിൽ എന്തായാലും കുറച്ച് പീരിയഡ്സ് ഇറഗുലർ ആയിരിക്കും. അപ്പോൾ ഓടിപ്പോയി ഒരു സ്കാനിങ് ചെയ്തിട്ട് അയ്യോ PCO ഉണ്ട് മാം, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പേഷ്യൻസും ആൻഷ്യസ് ആവും, അവരുടെ പേരൻസും ആൻഷ്യസ് ആവും, അല്ലെങ്കിൽ അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിൽ. അതുകൊണ്ടാണ് സ്ട്രോങ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആദ്യത്തെ 8 വർഷം മെൻസസ് ആരംഭിച്ചിട്ടുള്ള 8 വർഷം നമ്മളൊരു അൾട്രാസൗണ്ട് മുഖേന ഒരു ഡയഗ്നോസിസ് പറയാൻ പാടില്ല. ഓൺലി നമുക്ക് പറയാൻ പറ്റുന്ന PCO വരാനായിട്ടുള്ള റിസ്ക് ഉണ്ടാവും ഈ കുട്ടിക്ക്, ടേക്കിംഗ് ദി അതർ സിംറ്റംസ്. നമുക്ക് ആ കുഞ്ഞിനുള്ള സിംറ്റംസ് വെച്ചിട്ട് അറ്റ് റിസ്ക് പറഞ്ഞിട്ട് നമുക്ക് അവരെ അതിനുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്റർവെൻഷൻസ്, ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻസ് പറഞ്ഞു കൊടുക്കാം. സോ ഇതാണ് ഒരു ഓവർവ്യൂ ഓഫ് വാട്ട് PCOS. ആൻഡ് വാട്ട് ഒരു എസെൻഷ്യൽ ആയിട്ട് സ്ട്രെസ് ചെയ്യേണ്ട കാര്യം, ലൈക്ക് യു സെഡ്, PCO ഒരു മിസ്നോമർ ആണ്. ആ വേർഡ് തന്നെ ഒരു മിസ്നോമർ ആണ്. അത് സിസ്റ്റ് ഒന്നും അല്ല. പേഷ്യൻസ് ചെറിയ ഭയങ്കര വലിയ സിസ്റ്റുകളുള്ള ഒരു കണ്ടീഷനാണ്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. PCOS എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഓവർ ഡയഗ്നോസ്ഡും ആണ്, മിസ്അണ്ടർസ്റ്റുഡും ആണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു സ്കാനിൽ ഒരു പോളിസിസ്റ്റിക് അപ്പിയറൻസ് കാണുന്ന ആ ഒരു പരിമിതികളിൽ ചിന്തിക്കേണ്ട കാര്യമല്ല PCOS. മോർ ഓവർ ഇറ്റ് ഈസ് കുറേ മെറ്റബോളിക് ആയിട്ടും ലോങ് ടേം ആയിട്ടും റീപ്രൊഡക്റ്റീവ് ആയിട്ടും ഒക്കെ അതിന് പ്രതിഭാസങ്ങളുണ്ട്. So PCO begins in adolescence but continues through reproductive age group and to midlife. അപ്പോൾ നമുക്ക് 40 ഒരു PCOS ഉള്ള ഒരു കുട്ടിക്ക് 40-50 വയസ്സ് വരെ ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ്.
ബിക്കോസ് നമുക്ക് അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിൽ കൂടുതൽ നമുക്ക് പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റി അല്ലെങ്കിൽ എക്സസീവ് ഹെയർ ഗ്രോത്ത്, നമ്മുടെ സെൽഫ് എസ്റ്റീമിന് തന്നെ കോട്ടം തട്ടുന്ന നമുക്ക് വണ്ണം, നമുക്ക് ഒരു അസ്വസ്ഥതകളായിട്ടുള്ള ഡിപ്രഷൻ, ആൻസൈറ്റി, ഓൾ ദോസ് തിങ്സ് അഡോളസെന്റ്. റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ വരുമ്പോൾ എന്താണ്, കുട്ടികളാവാനായിട്ട് ചിലപ്പോൾ ഒരു ചെറിയ താമസം കാണിക്കുന്ന പ്രശ്നങ്ങളും പീരിയഡിന്റെ ഇറഗുലാരിറ്റിയും. പക്ഷെ അതും താണ്ടി നമ്മൾ മിഡ് ലൈഫിൽ എത്തുമ്പോൾ മേ ബി 40 to 50 to 55 ഇയേഴ്സിന്റെ സ്റ്റേജിലും PCO ഉള്ളവർക്ക് കൂടുതൽ ഹയർ ചാൻസ് ഓഫ് ഹാവിങ് മെറ്റബോളിക് ഡിസീസസ്. അതിൽ ടൈപ്പ് 2 ഡയബറ്റീസിന്റെ സാധ്യത ഒരു 4 മടങ്ങ് കൂടുതലാണ്. ഒരു 3 times ഹയർ റിസ്ക് ഉണ്ട് യൂട്രസിന്റെ ലൈനിങ്ങിനും ക്യാൻസർ പോലത്തെ അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് രൂപാന്തരപ്പെടേണ്ട ദോഷങ്ങൾ വരാനായിട്ടുള്ള സാധ്യത. സോ ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എൻറ്റയർ ലൈഫ് സ്പാൻ ഓഫ് ദ വുമൺ ഓഫ് എ PCOS ഡയഗ്നോസ്ഡ് പേഴ്സൺ, ആ എൻറ്റയർ ലൈഫ് സ്പാനിൽ നമ്മൾ ആ മെറ്റബോളിക്കലി നോർമലായിട്ട് വെക്കാനായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ രീതികൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ വാട്ട് ഐ ഈസിലി ടെൽ പേഷ്യൻസ് ഇസ് ജസ്റ്റ് ലൈക്ക് യു ഹാവ്, നമ്മൾ പേഷ്യൻസ് കോമൺലി എന്താ ചെയ്യും, മാം ഇതിന് ക്യൂർ ഉണ്ടോ, മാം ഈ കുട്ടിക്ക് എത്ര നാളായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണേ, ഇനി 20 വയസ്സ് 24 വയസ്സ്, ഇനി ഇതിന് ക്യൂർ ചെയ്യാൻ പറ്റും മാം, ഈ മരുന്നുകൊണ്ട് ക്യൂർ ആവുമോ? There is no cure like that. It's a metabolic disease, it's an endocrine disease. Just like നമ്മൾ പറയുന്ന ഡയബറ്റീസിന് ക്യൂർ ഇല്ല, but there is a, if you see a spectrum of patients, there will be a one spectrum ഡയറ്റ് മാത്രം വെച്ചിട്ട് നല്ലൊരു ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് ലീഡ് ചെയ്യുന്നവരുണ്ട്, റിവേഴ്സ് ചെയ്യുന്നവരുണ്ട്. There is another spectrum who needs medication, but once they properly maintain the lifestyle, they don't need the medication. There is that other chunk which actually requires insulin, and there is that smaller chunk which actually has an end organ damage, അല്ലേ, ബാക്കി അവയവങ്ങളെയും ബാധിക്കുന്ന പേഷ്യൻസും ഉണ്ട്. അതേപോലെ തന്നെയാണ് PCOS. നമുക്ക് ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻസ് കൊണ്ട് മാത്രം അത് കംപ്ലീറ്റ് ആയിട്ട് നോർമൽ പോലെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്പെക്ട്രം ഉണ്ട്. ഒരു സ്പെക്ട്രത്തിന് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളാൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യം വരുന്നവരുണ്ട്. ഒരു സ്പെക്ട്രം അതിന്റെ മെറ്റബോളിക് പ്രോബ്ലംസിലേക്കും പോകുന്നവരുണ്ട്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു സീ ഇറ്റ് ആൻഡ് ഹൗ യു ടാക്കിൾ ഇറ്റ്. സോ എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാം വിത്തൗട്ട് സീയിങ് ദിസ്, ഒബിയസ്ലി ഇതൊരു റീസൺ ആണ് ടു ടെൽ ദാറ്റ് ഐ ഹാവ് PCOD. അതൊന്നും നോക്കാതെ തന്നെ അവർ പറയും താരം PCOD ഉണ്ടെന്നും. പക്ഷേ നല്ലൊരു ശതമാനം ആളുകളും എൻ്റെ വണ്ണം കണ്ടിട്ട് അപ്പർ ബോഡിയുടെ വലിപ്പം കാരണം ആണ് PCOD ഉണ്ടെന്നുള്ളൊരു, അത് പ്രോബബ്ലി അവർക്കും ഇതുപോലൊരു മെഡിക്കൽ ഫീൽഡിൽ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷനാണ്. പക്ഷെ എൻ്റെ ക്വസ്റ്റിന് അത് അങ്ങനെ ഇരിക്കെ തന്നെ അപ്പർ ബോഡി വലുതാവുന്ന എല്ലാവർക്കും PCOD ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. PCO പറഞ്ഞ പോണക്ക് തന്നെ ഒബീസ് വിമനിൽ കൂടുതലായിട്ട് കാണുന്ന BMI കൂടുതലുണ്ടെങ്കിൽ ഹയർ ചാൻസ്, അത് എന്താ പറയുക, ഇറ്റ്സ് എ വിഷ്യസ് സർക്കിൾ. PCO ഉള്ള വിമൻ ആർ ഒബീസ് ആൻഡ് ഒബീസിറ്റി അഗെയിൻ കോൺട്രിബ്യൂട്ട്സ് ടു PCOS. സോ ഇറ്റ്സ് എ വിഷ്യസ് സർക്കിൾ. പക്ഷേ there is that small chunk of patients who are lean, വണ്ണം കുറഞ്ഞ PCOS വിമനും ഉണ്ട്. സോ PCO ഉള്ള എല്ലാ വിമനും ഒബീസ് ആയിരിക്കണം, വണ്ണം ഉള്ളവരായിരിക്കണം എന്നുള്ള ഒരു നിയമം ഇല്ല. അതിൽ ചെറിയ ശതമാനം പേഷ്യൻസ് ലീൻ ആയിട്ടുള്ളവരിലും PCOS ഉണ്ടാകാം. അപ്പൊ മെയിൻ ആയിട്ടുള്ള അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചേഞ്ച് ഈ PCOയിലുള്ളത് ഇൻസുലിനോട് പ്രതികരിക്കാനായിട്ടുള്ള കപ്പാസിറ്റിയിൽ ഒരു കുറവ് വരുന്ന എന്നുള്ളതാണ്. സോ ദാറ്റ് ക്യാൻ ബി ദെയർ ഇൻ ദ ലീൻ ഓൾസോ, ഇറ്റ് ക്യാൻ ബി ദെയർ ഇൻ ദ ഒബീസ് ഓൾസോ. രണ്ട് പേരിലും ഉണ്ടാകാം. പക്ഷേ നമ്മൾക്ക് ഈ വിഷ്യസ് സർക്കിൾ, ഞാൻ പറഞ്ഞ പോലെ തന്നെ PCOSന്റെ വിഷ്യസ് സർക്കിൾ വണ്ണം ഉള്ളതുകൊണ്ട് PCOSന്റെ പ്രതിഭാസങ്ങൾ മോശമാവുന്നു, നമുക്ക് അതിന്റെ റെസ്പോൺസസ് ഡിഫിക്കൽട്ട് ആവുന്നു. അതേപോലെ തന്നെ PCOS വിമനിൽ വണ്ണം കാണുന്നു. സോ ഇപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ആള് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു PCOS ആളിന് നമുക്ക് കിട്ടണം എന്നില്ല. കണ്ടിട്ടില്ലേ നമ്മുടെ PCOS ഒരു ഡോക്ടർ കുറിപ്പിൽ എഴുതി കൊടുത്തു ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻ, ഡയറ്റ് ആൻഡ് എക്സസൈസ്, ഇതാണല്ലോ എല്ലായിടത്തും നമ്മൾ എഴുതി കൊടുക്കുന്നത്. ബട്ട് ദെൻ when you put the same thing for a normal woman who does not have PCO and another woman who has PCO, അവർ രണ്ടുപേരും ഒരേ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഇൻക്ലൂഡിംഗ് ഡയറ്റ് ആൻഡ് എക്സസൈസ് ചെയ്താലും the response is not the same. PCOS women അങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ഇപ്പോഴത്തെ തിയറികൾ അനുസരിച്ച് the latest this thing says everything has to do with their genetics and the gut microbiome. നമ്മുടെ ഗട്ടിലുള്ള ഫുഡിനോടുള്ള ആ മൈക്രോബയോമിന്റെ ഡിഫറൻസ് കാരണമായിരിക്കാം ദാറ്റ് PCOS വിമന് നോർമൽ എക്സസൈസിലൂടെ ആ ഒരു സെയിം ടാർഗറ്റ് വെയിറ്റ് ലോസ് എത്തിക്കാൻ പറ്റുന്നില്ല. സോ വി ഹാവ് ടു ബി ലിറ്റിൽ ബിറ്റ് സിമ്പത്തറ്റിക് ടു ദം. നമ്മൾ വെറുതെ ഡയറ്റ് എക്സസൈസ് എഴുതി കൊടുത്തിട്ട് അത് വന്നിട്ടില്ല, അപ്പൊ അവരും കൂടുതൽ ഡിപ്രഷനിലേക്ക് പോവല്ലോ. സോ ഹെൽപ് ദം ഔട്ട് വിത്ത് കുറച്ച് മെഡിക്കേഷൻ, കുറച്ച് മോട്ടിവേഷൻ, കുറച്ച് ഡീസ്ട്രെസ്സിങ്
along with that lifestyle interventionും കണ്ടിന്യൂ ചെയ്യാം. പിന്നെ PCOSൽ what is most important is not, you're not looking at a zero figure, you're not planning for that. What you're looking at is ഒരു 5 to 10% weight loss. അത് ധാരാളം മതി for them to have a reversion of all their metabolic problems. അപ്പോൾ ഒരു 5 മുതൽ 10% weight loss ഉണ്ടെങ്കിൽ തന്നെ അവരിൽ പീരിയഡ്സ് ക്രമമാകാൻ സഹായിക്കും, അണ്ടോൽപാനം നോർമൽ രീതിയിൽ നടക്കാൻ സഹായിക്കും, കൺസീവ് ആവാൻ ഹെൽപ്പ് ചെയ്യും, ലോങ് ടേം മെറ്റബോളിക് പ്രോബ്ലംസ് ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കെ വരാതിരിക്കാൻ തന്നെ സഹായിക്കും. സോ അത്രയും ഒരു ചെറിയ വെയിറ്റ് ലോസിലൂടെ തന്നെ ഇത് അവർക്ക് ലഭിക്കുവാൻ സാധിക്കും. ഓക്കെ മാം, അപ്പം ഞാൻ വേറൊരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെയർ ഗ്രോത്ത്. ഇപ്പം എന്നോട് ഒരു ഡോക്ടറിനോട് പറഞ്ഞത് PCOS കാരണം ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് കോമൺ നോളജ് ആണെങ്കിലും ദർ ആർ സർട്ടൻ അതർ ഹോർമോൺസ് ദാറ്റ് മിമിക് ചെയ്ത് വരുന്ന സാധ്യതയുണ്ട്. സോ അത് കാരണവും ഇതുണ്ടാവും എന്നാണ്. സോ അത് ട്രൂ ആണോ അങ്ങനെ പറയാൻ? നമുക്ക് ഹെർസൂട്ടിസം എന്ന് പറയുന്ന എക്സസീവ് ഹെയർ ഗ്രോത്ത് ഉള്ള സ്ത്രീകളിൽ ഉള്ള ഒരു ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 3 സിംറ്റംസിൽ 3 റീസൺസിൽ 2 ഉണ്ടെങ്കിലാണ് നമ്മൾ PCO പറയുക. അതിലുള്ള ഒരു മെയിൻ ഘടകം തന്നെയാണ് ഹൈപ്പർ ആൻഡ്രോജനിസം അല്ലെങ്കിൽ എക്സസീവ് ഹെയർ ഗ്രോത്ത് വരാനായിട്ടുള്ള ഒരു റീസൺ. പക്ഷേ PCOS അത് PCOS കാരണമാണെന്ന് പറയുന്നതിന് മുന്നേ we have to rule out other conditions which might also cause this. അതിൽ പ്രധാനമായിട്ട് ഒരു നമ്മുടെ ജെനറ്റിക് ആയിട്ട് വരുന്ന കൺജനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേസിയ എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട്. അതല്ലാതെ ചില അഡ്രിനൽ ട്യൂമേഴ്സ് കാരണം എക്സസീവ് ആയിട്ടുള്ള മെയിൽ ഹോർമോണിന്റെ അളവുകൾ വരാം. ദോസ് ആർ ദോസ് സിനിസ്ട്രസ് കോസസ് വിച്ച് വി ഡെഫിനറ്റ്ലി നമ്മൾ അതിനെ എക്സ്ക്ലൂഡ് ചെയ്യണം PCOS ആണെന്ന് പറഞ്ഞ് അവരെ മുദ്ര കുത്തുന്നതിന് മുന്നേ. അതിന് നമ്മൾക്ക് there will be some pointers. നമുക്ക് ചില പോയിന്റേഴ്സ് കിട്ടും ആ പേഷ്യന്റിൽ. നമ്മൾ ന്യൂ ഓൺസെറ്റ് ആയിട്ട് വരുന്ന എക്സസീവ് ഹെയർ ഗ്രോത്ത്, നേരത്തെ ഇല്ല, പെട്ടെന്ന് അത് മാത്രമായിട്ട് വരുന്നു. എക്സസീവ് അതിന്റെ കൂടെ ബാക്കി വിറലൈസേഷന്റെ സൈൻസ് ഉണ്ട്, ജസ്റ്റ് ഹോസ്നെസ് ഓഫ് വോയിസ്, അതൊക്കെ എക്സ്ട്രാ വിറലൈസേഷന്റെ സൈൻസ് ആണല്ലോ. അങ്ങനെ ഉള്ള എക്സ്ട്രാ സൈൻസ് ഓഫ് വിറലൈസേഷനും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള റീസൺസും സസ്പെക്ട് ചെയ്തിട്ട് നോർമലി നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഹെയർ ഗ്രോത്ത് ഉണ്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ നോർമലി മെയിൽ ഹോർമോൺസിന്റെ അളവും കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് വെൻ യു ഡൗട്ട് ദീസ് കണ്ടീഷൻസ്, അപ്പം നമ്മൾ ആ ഹോർമോൺസിന്റെ അളവ് ചെക്ക് ചെയ്യണം. അതിലാണ് സീറം ടെസ്റ്റോസ്റ്റെറോൺ അല്ലെങ്കിൽ DHEAS എന്നൊക്കെ പറഞ്ഞ് ഹോർമോൺസിന്റെ അളവ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കണം വേറെ എന്തെങ്കിലും റീസൺസ് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ബട്ട് കോമൺലി യെസ്, ഇഫ് യു ഹാവ് ദീസ് 2 of these symptoms, you can diagnose PCOS in these women. When you suspect other features of virilization, നമുക്ക് കൂടുതൽ എക്സസീവ് ആയിട്ടുള്ള വേറെ സൈൻസ് ഉണ്ട് ഈ ഒരു വിറലൈസേഷൻ. ഈ എക്സസീവ് ഹെയർ ഗ്രോത്ത് മാത്രമല്ലാത്ത വേറെ സൈൻസും കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഹോസ്നെസ് ഓഫ് വോയിസ് അല്ലേ, കുറച്ച് മെയിൽ വോയിസ് അല്ലെങ്കിൽ മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ലോസ്, അങ്ങനത്തെ ഒക്കെ കൂടുതലായിട്ട് കാണുമ്പോൾ നമ്മൾ ബാക്കി റീസൺസും ചിന്തിച്ച് അതിനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് റൂൾ ഔട്ട് ചെയ്തിരിക്കണം. ഓക്കെ. another thing is ഈ ഇറഗുലർ പീരീഡ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാ മാസവും നമുക്ക് വരുന്ന അതേ ഡേറ്റിൽ വരുന്നു എന്നുള്ളതാണോ അതോ വരാതിരിക്കുന്നതാണോ ഇറഗുലർ? നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബിക്കോസ് ഈ ഇറഗുലർ പീരിയഡ്സ് എന്ന് പറഞ്ഞ ഒരു ഞാൻ പറഞ്ഞ ഭയങ്കര ഈസിലി മിസ്അണ്ടർസ്റ്റുഡ് ടേം ആണ്. ക്രമരഹിതമായ പീരിയഡ്സ് അത് എന്തും ആകാം. അയ്യോ നമ്മുടെ ഡേറ്റിൽ നിന്ന് അയ്യോ 2 ദിവസം 3 ദിവസം തെറ്റി ഡോക്ടറെ എന്ന് പറഞ്ഞു വരുന്ന പേഷ്യൻസും ഉണ്ട്. സോ നമുക്കിപ്പോൾ ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്. 24 മുതൽ 37 വരെ പീരിയഡ്സ് നിൽക്കുന്നത് വെച്ചാൽ പീരിയഡ്സ് വന്നിട്ട് നെക്സ്റ്റ് 24 to 37 ഡേയ്സിനുള്ളിലാണെങ്കിൽ ഇറ്റ് ഇസ് നോർമൽ. ലെസ് ദാൻ 24 ഡേയ്സിൽ വരികയോ മോർ ദാൻ 38 ഡേയ്സ് നീങ്ങി പോവുകയോ ചെയ്യുന്നതാണ് അബ്നോർമൽ. ഓക്കെ, വൺ തിങ്. The other thing is, in a year, if you have at least 6 cycles, 4 to 6 cycles in a year, that is normal. You don't need to be over worried about it, especially in a PCO person. Another thing is, if cycles are correct, regular ആയിട്ട് വരുന്നുണ്ടെങ്കിൽ still you can have PCO. You can still have PCOS. Yes, both ways you can still because for me periods are regular. അതുകൊണ്ടാണ് നമ്മൾക്ക് അതിനെയാണ് നമ്മൾ 4 തരം PCO phenotype ഉണ്ട്. There is a B, a C and a D. There is one type which is the ovulatory PCOS. അതാണ് റെഗുലർ സൈക്കിൾസ് ഉണ്ടായിട്ടും PCO ഉണ്ട്. അവർ ഓവുലേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് PCO ഉണ്ട്. ഏറ്റവും ക്ലാസിക് ടൈപ്പിലാണ് ഈ എല്ലാ ഫീച്ചേഴ്സും ഉള്ളത്. ഇറഗുലർ പീരിയഡ്സും ഉണ്ട്, എക്സസീവ് ഹെയർ ഗ്രോത്തും ഉണ്ട്, PCO അപ്പിയറൻസും ഉണ്ട്. പിന്നത്തെ ഗ്രൂപ്പിൽ എക്സസീവ് ഹെയർ ഗ്രോത്ത് മെയിൽ ഹൈപ്പർ ആൻഡ്രോജനിക് അല്ലെങ്കിൽ എക്സസീവ് ഹെയർ ഗ്രോത്തും
PCO അപ്പിയറൻസ് മാത്രമേ ഉള്ളൂ. അവരിൽ പ്രിഡോമിനന്റ് ആയിട്ട് ഈ എക്സസീവ് ഹെയർ ഗ്രോത്ത് ആണ് പ്രിഡോമിനന്റ്. പിന്നത്തെ ഗ്രൂപ്പാണ് വാട്ട് യു ടോൾഡ്, ദാറ്റ് ഇസ് ദ C, which is the ovulatory type of PCOS, and then you have the D type. അത് അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ക്ലാസിഫൈ ചെയ്യുക. സോ ദർ ഇസ് ഓൾ ദി സ്പെക്ട്രം. അതുകൊണ്ടാണ് നമ്മൾ PCOSനെ ഗൈനക്കോളജിസ്റ്റ് എനിഗ്മ എന്ന് പറയുന്നത്. ബിക്കോസ് ദർ സ്റ്റിൽ നോ ക്ലിയർ കട്ട് സൊല്യൂഷൻ ടു ഇറ്റ്, nor a clear cut reason why it happens in some women, though there are lots of postulates on it. Okay. മാം, ഇനി ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഇൻഫാക്ട് എല്ലാത്തിനും ഇതിനെ മറികടക്കുന്ന സാധനം, PCO ഉള്ള ആളുകൾക്ക് they can never be a mother. It's the biggest misconception ever. Because അങ്ങനെ ഒരു റീസണേ ഇല്ല for any of our PCOS women to be എന്താണ് ഡൂംസ്ഡേ ആയെന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട്. PCOS വിമൻ നാച്ചുറലി തന്നെ കൺസീവ് ചെയ്യുന്ന ഒരു സ്പെക്ട്രം ഉണ്ട്. വൺസ് നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ 5 to 10% വെയിറ്റ് ലോസ് വരുമ്പോൾ തന്നെ സ്പോണ്ടേനിയസ്ലി ഓവുലേറ്റ് ചെയ്ത് തന്നെത്താൻ പ്രഗ്നന്റ് ആവുന്ന നല്ലൊരു ശതമാനം PCOS വിമൻ ഉണ്ട്. അതല്ലാത്ത പേഷ്യൻസിന് പോലും ചെറിയ തോതിലുള്ള മെഡിക്കേഷൻ കൊണ്ട് തന്നെ അവർക്ക് ഓവുലേഷൻ സാധിക്കുന്ന രീതിയിലുള്ള ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. സോ വൺ ഓഫ് ദി ഇപ്പം നമ്മൾ വന്ധ്യതയുടെ ഒരു വൺ ഓഫ് ദി ഈസിലി ട്രീറ്റബിൾ കോസസ് എന്ന് ചോദിച്ചാൽ അത് PCOS തന്നെയാണ്. ഒരു സ്പെക്ട്രം ഓഫ് കോസസ് വന്ധ്യതയ്ക്ക് ഉണ്ടെങ്കിൽ, ഒരു ഫീമെയിൽ വന്ധ്യതയ്ക്ക് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും എളുപ്പമായിട്ട് ചികിത്സിക്കാൻ പറ്റുന്നതും ഏറ്റവും നല്ല റിസൾട്ടും ഉള്ളത് PCOSൽ തന്നെയാണ്. സോ ദർ ഇസ് നത്തിങ് ഫോർ അങ്ങനെ ഒരു കോൺസെപ്റ്റേ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നോർമലി തന്നെ കൺസീവ് ആവാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ദെൻ ഈവൻ അതർവൈസ് വിത്ത് മെഡിക്കേഷൻ ദേ ക്യാൻ ഈസിലി ബിക്കം പ്രഗ്നന്റ്. അതിന്റെ നെക്സ്റ്റ് സൈക്കിളാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിന്റെ സഹായം തേടേണ്ട ചെറിയൊരു ശതമാനം PCOS വിമനിൽ മേ ബി ദേ മൈറ്റ് റിക്വയർ ദാറ്റ്. ബട്ട് മെജോറിറ്റി ക്യാൻ ഡെഫിനറ്റ്ലി കൺസീവ് വിത്ത് സിമ്പിൾ മെഡിക്കേഷൻസ് ആൻഡ് ഈവൻ വിത്തൗട്ട് മെഡിക്കേഷൻസ് വിത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇറ്റ് സെൽഫ്. നമ്മൾ പലപ്പോഴും കാണാറുള്ളത് അവരിങ്ങനെ കുറേ ട്രീറ്റ്മെന്റ് പലയിടത്തുനിന്ന് എടുത്ത് അവര് ദേ ബിക്കം ഫെഡ് അപ്പ് ഒന്നും നടന്നിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് and they just go on a vacation or they just take a break from all this treatment, appo they conceive spontaneously. appo adile നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൺ ദി സ്ട്രെസ് ഫാക്ടറും അതൊക്കെ സ്ട്രെസ് ഹോർമോൺസ് തന്നെ ഈ പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റി കോസ് ചെയ്യാനും ഓവുലേഷൻ തടസ്സപ്പെടുത്താനും ഒരു റീസൺ ആവുന്നുണ്ട്. സോ അതൊക്കെ പോകുമ്പോൾ തന്നെ they get spontaneously conceive. So അങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. 10, 15, 20 വർഷം പലയിടത്ത് ട്രീറ്റ്മെന്റ് എടുത്ത് they get so fed up and they get, and not just they themselves, the stigma that the society puts on them. അപ്പോൾ അതെല്ലാം കൂടി ആയിട്ട് അങ്ങ് വളരെ വളരെ വിഷമിച്ചിരിക്കുന്ന അവസരങ്ങൾ ഒരു ചിലപ്പോൾ they just go for a meditation, they go for a vacation, or they just decide to take a break, and then it happens. And it happens and they not anecdotal story. even എൻ്റെ അടുത്ത് വന്ന പേഷ്യൻസിന്റെ കാര്യം തന്നെ ചിന്തിക്കുമ്പോൾ there have been patients ഇങ്ങനെ അവർക്ക് പീരിയഡ്സ് ഇല്ലല്ലോ, പല പേഷ്യൻസിനും ഇറഗുലർ ആണല്ലോ. അപ്പം 6 മാസമായിട്ട് പീരിയഡ്സ് ഇല്ല, എപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് നെഗറ്റീവാ, ഡോക്ടർ എന്തിനാ ചെക്ക് ചെയ്യണം, നിർബന്ധിച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. ലോട്ട് ഓഫ് പേഷ്യൻസ് ലൈക്ക് ദാറ്റ് ഓൾസോ, ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഹാപ്പി സ്റ്റോറീസ് ടു ഷെയർ ലൈക്ക്. ഇതൊക്കെ ആണെങ്കിലും ഈ PCOയുടെ പരിപാടികൾ മെനോപോസിലോടുകൂടി തീരുകയും ചെയ്യും. Or will it still continue? Yeah, that's what I said. Even in the midlife, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് മെറ്റബോളിക് സീക്വലി ഓഫ് PCOS. അത് നമ്മൾ ഏറ്റവും ലെസ് സ്പോക്കൺ അബൌട്ട് ആണ്, ഏറ്റവും കുറവ് സംസാരിക്കുന്നതാണ്. മിഡ് ലൈഫ് ആകുമ്പോഴത്തേക്കും ആ സ്ത്രീയുടെ ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് പൊതുവെ നമ്മൾ ചിന്തിക്കുന്ന. ബട്ട് PCOS വിമനിൽ മിഡ് ലൈഫിലും നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ intervention in the form of diet and exercise നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾക്ക് നേരത്തെ പോലെയുള്ള ഇറഗുലർ പീരിയഡ്സിന്റെ പ്രശ്നമല്ല വരാൻ പോകുന്നത്, കൂടുതലും മെറ്റബോളിക് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലെ ടൈപ്പ് 2 ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, മെറ്റബോളിക് സിൻഡ്രോം, അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പൊ ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിന്റെ ഇൻസിഡൻസും കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് PCOS വിമനിൽ. അതർ തിങ് ഇസ് ദി ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. നമ്മൾ കിടക്കുമ്പോൾ ശ്വാസം മുട്ടുന്ന അങ്ങനത്തെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ സിൻഡ്രോമും ഈ PCOS വിമനിൽ ചെറിയ തോതിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ്. ഓൾ ദീസ് തിങ്സ് എക്സ്റ്റെൻഡ് ഇൻ ദ മിഡ് ലൈഫ് ആൻഡ് ബിയോണ്ട് ഓൾസോ.
പിന്നെ വേറൊരു കാര്യം, ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ദർ ആർ ലോട്ട് ഓഫ് വീഡിയോസ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ. സോ അതിൽ ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് 15 to 25 kg വരെയൊക്കെ ലിഫ്റ്റ് ചെയ്യുമായിരുന്നു. സോ ഈ വീഡിയോസ് ഇടുന്ന സമയത്ത് ഒന്ന് എൻ്റെ ബോഡി സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ ആളുകൾ PCOD ഉണ്ടെന്നുള്ളത് ഈവൻ ബിഫോർ ഞാൻ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് അവർ പറഞ്ഞിട്ടുണ്ടാവും. സോ അതിൻ്റെ താഴെ വരുന്ന കോമൻസിൽ ഒരു നല്ല ശതമാനം കോമൻസും പറയുന്നത് ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ മെയിൽ ഹോർമോൺസിനെ കൂടുതൽ ട്രിഗർ ചെയ്യിപ്പിക്കുകയാണ്. സോ യു ഡോണ്ട് ഹാവ് ടു ഡൂ ദാറ്റ്. ആൻഡ് അവരുടെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് അവരോട് അത്തരത്തിലുള്ള വർക്കൗട്ട്സ് അല്ല ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ഇസ് ദർ എനി ട്രൂത്ത് ടു ദാറ്റ്? No, workouts, no, in PCOS നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് is aerobic exercises first thing. മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് ആക്ച്വലി PCOSന്റെ ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാമിന്റെ റുട്ടീൻ പാർട്ടല്ല. അപ്പൊ നമ്മൾ ഈ ഹെവി വെയിറ്റ് ലിഫ്റ്റിങ്ങും അങ്ങനത്തെയൊക്കെ കൂടുതലും മസിൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണല്ലോ. സോ ദോസ് തിങ്സ് നമുക്ക് ചെയ്യാം, ബട്ട് ദാറ്റ്സ് നോട്ട് അവർ മെയിൻ എയിം. Aim is for this 5 to 10% weight loss. That will be aided by about 90 minutes of exercise every day. That should include both moderate intensity exercise and along with the vigorous intensity exercise. അത് നമ്മൾ കമ്പൈൻ ചെയ്ത് ആക്ച്വലി ഒരു നല്ലൊരു എന്താ പറയുക ട്രെയിനറിന്റെ ഒരു സഹായത്തോടെ വേണം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ. നോട്ട് ജസ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ യുവർ ബോഡി ഹാബിറ്റസ് യു ഹാവ് ടു ഡിസൈഡ് വാട്ട് ഹാസ് ടു ബി ഇൻക്ലൂഡഡ്. എന്തായാലും ഒരു 30 to 45 minutes of aerobic exercises definitely is a must. Okay. Yeah, so that was one of my concerns, because ഇതിൻ്റെ താഴെ വന്നിട്ട് എല്ലാവരും കോമെന്റ് ചെയ്യുന്നതാണ്. ചിലർ പറയും നടന്നാൽ മതി, നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈവൻ ഫോർ ഡയബറ്റിക് പേഷ്യൻസ് ഇസ് വെരി ഗുഡ് എന്ന് പറയും. അതാ നടക്കുന്നത്, ഈവൻ ദീസ് സൈക്ലിംഗ് തിങ്സ്, സ്വിമ്മിങ്, all those things, even simple dance, zumba, all those things are good for that. അതൊക്കെ എല്ലാം aerobic പെട്ടതാണല്ലോ. PCOS women have to maintain this consistency ആണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. More than actually ഈ എക്സസൈസ് ചെയ്ത് കഷ്ടപ്പെട്ടതല്ലേ ഞാൻ പറഞ്ഞത്. PCOS we are not aiming at a zero figure. That's not what you're looking at. So you don't need to go for that kind of a ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഇത്ര പെട്ടെന്ന് കുറയ്ക്കണം, അങ്ങനെ കുറച്ച് നമുക്ക് ചെയ്യണം, അങ്ങനെയല്ല. നമ്മളിത് കൺസിസ്റ്റന്റ് ആയിട്ട് ലോങ് ടേമിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് keep very small goals in mind. Be steady about it and have very എന്താ പറയുക, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് നമ്മൾ മനസ്സിൽ വിചാരിക്കാൻ പാടില്ല. നമ്മൾ ഒത്തിരി ഹെവി ഗോൾസ് വെച്ച് നടക്കാതിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും വിഷമല്ലേ. റിലയബിൾ ആയിട്ടുള്ളത്, സ്റ്റഡി ആയിട്ടുള്ളത്, അച്ചീവബിൾ ആയിട്ടുള്ളത്, those are the goals that we need to keep in mind, and keep minimum target of 5 to 10% weight loss. അതായത് 5 to 10 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 100 kg ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ what is a 5 to 10 എന്ന് പറയുമ്പോൾ ആ 100ന്റെ 5 to 10%, about 5 to 10 kgs of weight loss is good enough. I was 125 from which I've come to 95. But that was a very long journey. Almost 10 to 15 years. Now your biggest challenge will be maintaining this consistency. It'll keep going from 95 to 100, then 95 to 100. പിന്നെ of course there is a definite role for bariatric surgeries in patients who have a higher BMI, more than 35. അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിൽ ഇന്ന് ബെറിയാട്രിക് സർജറിക്കും റോൾ ഉണ്ട്. ബിക്കോസ് ജസ്റ്റ് ബൈ എക്സസൈസ് ആൻഡ് ഡയറ്റ് alone it might not be possible for such patients to maintain it. But always it should be done under proper counseling with a dietitian, a nutritionist and a proper surgical expertise ഉള്ള ഒരു സ്ഥലത്ത് പ്രോപ്പർ കൗൺസിലിംഗിൽ വേണം അത് ചെയ്യാനായിട്ട്. ബിക്കോസ് ആഫ്റ്റർ ദാറ്റ് ഓൾസോ ന്യൂട്രീഷണൽ മെയിൻ്റെനൻസ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ ദോസ് പീപ്പിൾ. സോ നമ്മുടെ PCO ഉള്ള ഒരു വ്യക്തിക്ക് ടൈപ്പ് 2 ഡയബറ്റിക്സ് ഡയഗ്നോസ് ചെയ്ത് വന്നു, സ്റ്റാർട്ട് ചെയ്തു, മെഡിസിനും കഴിക്കാതിരിക്കട്ടെ. അപ്പം ഇതിനകത്ത് സ്ഥിരമായിട്ട് ചില ആളുകൾ എന്നോട് ചോദിക്കാറുള്ളതാണ് ഈ വെജൈനൽ ഇച്ചിങ് എന്ന് പറഞ്ഞൊരു സാധനം. അത് ക്വൈറ്റ് കോമൺ. ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് ദ PCO or is it because of the diabetes? It's not because of PCO, vulval itching അത് കാരണമല്ല. പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസിൽ ഹയർ ചാൻസ് ഉണ്ട്. PCO വിമൻ ഇൻ ജനറൽ കുറച്ച് ഒബീസ് ആണ്. അപ്പോൾ ഒബീസിറ്റി കാരണം ആ ഏരിയയിൽ കുറച്ച് എക്സസീവ് ഫാറ്റും കാര്യങ്ങളും ഉള്ളപ്പോൾ കുറച്ച് ഹയർ ചാൻസ് ഓഫ് സ്വെറ്റ് ഒക്കെ അങ്ങനെ തന്നെ നിൽക്കാനും കൂടുതൽ സാധ്യത ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനും. സോ ഇറ്റ്സ് നോട്ട് എ ഡയറക്റ്റ് കോറിലേഷൻ ദാറ്റ് PCO ഉള്ള വിമന് vulval itching കൂടുതലായിരിക്കും. ഇറ്റ്സ് ബിക്കോസ് ഓഫ് their body habits along with the type 2 diabetes that they have, which might be uncontrolled
which causes an increased chance of fungal infections. സോ മാം ഫൈനലി എൻ്റെ ഫൈനൽ തിങ് ഇസ് ഓൾറെഡി PCO ഡയഗ്നോസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയും അതുപോലെ ഇനി അതിന് മുമ്പ് അതിൻ്റെ സയൻസ് കാണിച്ചു തുടങ്ങിയിട്ട് ആളുകളായിട്ട് PCO ഉണ്ടോ പോയി ചെക്ക് ചെയ്യുമെന്ന് പറയുന്നവരോടും മാമിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്. ഓക്കെ, PCOS നമുക്കൊരു ഡൂംസ്ഡേ ഡയഗ്നോസിസ് ഒന്നുമല്ല. ഒരിക്കലും മെൻ്റലി നമ്മൾ അത് കാരണം ഒരു ലോ സെൽഫ് എസ്റ്റീമോ ഒരു മാനസികമായിട്ട് വിഷമിക്കുകയോ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ അല്ല. 90% ഓഫ് ദ ടൈംസ് വിത്ത് ജസ്റ്റ് പ്യുവർ ആൻഡ് സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ബോത്ത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലും നമ്മുടെ മെറ്റബോളിക് ആയിട്ടുള്ള കാര്യങ്ങളിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ് PCOS. PCOSൽ നമുക്ക് സ്ട്രിങ് ഓഫ് പേൾ അപ്പിയറൻസ് എന്നാണ് നമ്മൾ ഓവറിയിൽ കാണുന്ന മാറ്റത്തെ പറയുന്നത്. സോ ബോൾഡ്ലി യു ക്യാൻ സേ ദറ്റ് യു ആർ വെയറിങ് എ നെക്ലസ് ഓഫ് പേൾസ് ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി ഫൈറ്റ് ആൻഡ് വിൻ ഓവർ ഇറ്റ്.